എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് തൗഫീഖ് രാജനാണ്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മറ്റത്തൂരിൽ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും 8ഓളം, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നും മത്സരിച്ച 8ഓളം ആളുകൾ രാജിവെക്കുകയും പിന്നീട് അത് BJP-യിലേക്ക് കൂറുമാറ്റം നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിന് വിശദീകരണവുമായി VD സതീശൻ രംഗത്ത് വന്നിരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു UDF BJP സഖ്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ? കാരണം VD സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ പോലും ഇത്തരത്തിലൊരു BJP-യുടെ വോട്ട് മറിച്ചിട്ടാണ് ഇത്രയും നാൾ VD സതീശൻ വിജയിച്ചത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വശം എന്താണ്? അല്ല, മറ്റത്തൂരിലെ യാഥാർത്ഥ്യം അടക്കം കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. മറ്റത്തൂരിൽ CPM രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി CPM ചില ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം? മറ്റത്തൂരിൽ സംഭവിച്ചത് എന്താ? മറ്റത്തൂരിൽ ജനവിധി അട്ടിമറിക്കാൻ CPM നടത്തിയ ബൈപ്പാസിംഗ് ആണ് മറ്റത്തൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഔസേപ്പിന്റെ അടക്കമുള്ള നിലപാടുകളിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? മറ്റത്തൂരിലെ ഇലക്ഷൻ റിസൾട്ട് വരുന്നു. UDF-ന് 8 സീറ്റ്, LDF-ന് 10 സീറ്റ്, UDF വിമതർ 2 സീറ്റ്, BJP 4 സീറ്റ്. ഇത്തരത്തിലാണ് അവിടെ വിജയിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിക്കാനായി UDF നേതൃത്വം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇത്തരത്തിൽ 2 UDF വിമതരെ കൂടി കൂട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനായി തീരുമാനമെടുക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഔസേപ്പച്ചനെ ഈ ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാനും പ്രസിഡന്റ് ആക്കാനുമാണ് ഒരു തീരുമാനം കൈക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ CPM വളരെ ആസൂത്രിതമായി CPM-ന്റെ പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയം, പണക്കെട്ടുകളുടെ രാഷ്ട്രീയം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPM-ന്റെ ജില്ലാ നേതൃത്വം പണക്കെട്ടുകളുമായി വന്ന ഈ ഔസേപ്പച്ചൻ എന്ന് പറയുന്ന UDF-ന്റെ പഴയ പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി പാർട്ടി ലീഡർ, അദ്ദേഹത്തെ പർച്ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാവിലെ വോട്ട് ചെയ്യാനായി എത്തുന്ന ആളുകൾ, ഇല്ലെങ്കിൽ UDF-ന്റെ മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ കാണുന്നത് CPM-ന്റെ പ്രൊട്ടക്ഷനിൽ CPM സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്ന ഔസേപ്പച്ചനെയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്തു? ആ ഘട്ടത്തിൽ ടെസി ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു UDF വിമത, 2 UDF വിമതരായിരുന്നു ഉണ്ടായിരുന്നത്. ടെസി ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു UDF വിമതയെ ഈ ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജയിക്കുന്നു. അവിടെ UDF ജയിക്കുന്നു. എന്താ സംഭവിച്ചത്? ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടാതെ തന്നെ 4 അംഗങ്ങളെ, 4 BJP അംഗങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് എന്താ? BJP കോൺഗ്രസ് ഡീല് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് പ്രകടമായി തന്നെ എത്രത്തോളം ബാലിശമായിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തിരികെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും പറഞ്ഞു വച്ചിക്കാനാണ് കേരളത്തിന്റെ കാരണഭൂതന്റെ സർക്കാർ ശ്രമിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും, ചില പ്രത്യേകമായി അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ഈ തിരക്കഥകൾ രചിക്കാൻ പ്രത്യേകമായി കഴിവുള്ള പാർട്ടികളാണ്. അത് നമ്മൾ ആ യൂണിവേഴ്സിറ്റി സമരത്തിലൊക്കെ MP ഗോവിന്ദൻ സംവിധാനം ചെയ്ത് ഇവിടെ ശിവപ്രസാദ് ഒക്കെ അഭിനയിച്ച് തകർത്ത യൂണിവേഴ്സിറ്റി സമര നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്താണ് ഉണ്ടായത്? കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താ? അവരോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യമായി എത്ര ദിവസം സമയം അനുവദിക്കുന്നുണ്ട്, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ BJP പിന്തുണയോടുകൂടി, BJP പിന്തുണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. ഇന്നീ നിമിഷം വരെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും BJP-യിൽ ഒരംഗം പോലും ചേർന്നതായി ഈ CPM നേതാക്കൾക്ക് കാണിക്കാൻ കഴിയോ? ഇല്ല. ഒരംഗങ്ങളും ഇതുവരെ BJP-യുടെ ഭാഗമായിട്ടില്ല. പക്ഷേ DCC ആ ഘട്ടത്തിൽ അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. DCC നേതൃത്വം വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. KPCC നേതൃത്വത്തിന്റെ സർക്കുലറുണ്ട്. ഇത്തരത്തിൽ BJP-യുടെയോ SDPM ഉള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരേണ്ടതില്ല. വളരെ കൃത്യമായി KPCC-യുടെ സർക്കുലറുണ്ട്. ആ ഘട്ടത്തിൽ KPCC-യുടെ സർക്കുലറിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിക്കരുത്, നിങ്ങൾ ഇത് പ്രകാരമുള്ള സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC അവർക്ക് നിശ്ചയമായിട്ടുള്ള സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് സമയപരിധി അനുവദിച്ചത് എന്ന് തരത്തിലുള്ള ബാലിശമായ വാദങ്ങളുമായിട്ടാണ് വരുന്നതെങ്കിൽ CPM നേതൃത്വം ഇതിനു മുമ്പൊക്കെ കാസർഗോഡ് അടക്കം ഇത് 3 പഞ്ചായത്തുകൾ CPM ധാരണ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷക്കാലം, ഏതാണ്ട് 2020 3 പഞ്ചായത്തുകൾ CPM BJP സഖ്യം, കുമ്പള, ബദിയടുക്കം, മഞ്ചേശ്വരം പഞ്ചായത്തുകളാണ് ഇരു പാർട്ടികളും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ, സ്ഥിരം സമിതി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്യമായി സഖ്യത്തിലേർപ്പെട്ട മാധ്യമ വാർത്തകൾ, മനോരമ പത്രം ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് എന്റെ കൈവശം ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് എന്തായാലും ചെയ്ത പോലുള്ള
പ്രകടമായ പരസ്യമായ ധാരണകൾ ഒരു കാരണവശാലും ഞങ്ങൾ ഏർപ്പെടില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പിന്തുണ അത് അത്തരത്തിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തോടെ മറ്റു തൂണിലെ പ്രാദേശിക നേതൃത്വത്തോടെ അവിടെ രാജിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഹർഷ, ഇവിടെ ഇവർ പറയുന്നത് കോൺഗ്രസ് BJP ഡീലാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പേര് ടെസി ജോസ് എന്നുള്ളതാണ്. ടെസി ജോസ് UDF വിമതയായി മത്സരിച്ച ആളാണ്. സ്വാഭാവികമായിട്ടും ഈ ഔസേപ്പ് കാല് മാറി കൂറുമാറി പണത്തിന്റെ രാഷ്ട്രീയ കൊഴുപ്പിൽ അകപ്പെട്ടു പോയപ്പോ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച ആളാണ് ടെസി ജോസഫ്. അതിനപ്പുറത്തേക്ക് അവിടെ വൈസ് പ്രസിഡന്റ് ആയ ആളാരാണ്? നൂർജഹാൻ നവാസ്. ഇവർ രണ്ടുപേരും കോൺഗ്രസ് ആണെന്നേ, UDF ആണെന്നേ. അതിനപ്പുറത്തേക്ക് BJPയുമായി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിലേക്ക് ഞങ്ങൾ കടന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ BJPക്ക് ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം വേണ്ടേ? ഒരു രാഷ്ട്രീയ നേട്ടവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇത് വ്യക്തമായി വിരൽ ചൂണ്ടുന്നത് എന്താണ്? ഒരു പ്രകടമായ ഒരു തരത്തിലുമുള്ള യാതൊരു വിധത്തിലുമുള്ള രാഷ്ട്രീയ ഡീൽ, ആ ഡീൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് ഉദാഹരണമാണ്. അവിടെ ഞങ്ങൾ വിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ ഈ 8 പേർക്കും വിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ട CPM-ന് എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ ഇല്ലാക്കഥകൾ മെനഞ്ഞ അധികാരത്തിൽ തിരിച്ചു വരിക, പിണറായി 3.0 അത് എങ്ങനെയും യാഥാർത്ഥ്യമാക്കുക. അത് സംഘപരിവാറിന് വിനീത വിധേയനായി നിന്നാണെങ്കിൽ അങ്ങനെ, അതിനപ്പുറത്തേക്ക് ഇല്ലാക്കഥകൾ പറിച്ചു വിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് CPM-ന്റെ ലക്ഷ്യം. അത് പിന്നെ പോകില്ല. കേരളത്തിലെ പൊതുസമൂഹം ഇത് വളരെ കൃത്യമായി CPM ജനവിധി അടക്കം അട്ടിമറിക്കാൻ CPM നടത്തിയ ബൈപ്പാസിംഗിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഇപ്പോ പിണറായി വിജയൻ ഓമന പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഈ മറ്റത്തൂരിലെ ഈ ഒരു വിഷയം, ഇതും അതുപോലെ തന്നെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇത് രണ്ടും തന്നെയും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ, ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കി ഉപയോഗിക്കാനാണ് CPM-ന്റെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ കൃത്യമായി തന്നെ ഈ പറയുന്ന മറ്റത്തൂരിലെ വിഷയം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായ ഒരു വടിയായി കോൺഗ്രസിനെ അടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ 2 വിഷയങ്ങളും പ്രചാരണത്തിന് ഇറക്കുമെന്നും അല്ലെങ്കിൽ അതിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഈ CPM-ന്റെ വളർച്ചയെ നമുക്ക് തടയിടാൻ സാധിക്കാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ നിയമസഭയിൽ അവർ നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ പിണറായി 3.0 തന്നെ വരും എന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നത്? അല്ല ഹർഷ, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. എങ്ങനെയെങ്കിലും സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന പിണറായി 3.0 അത് യാഥാർത്ഥ്യമാക്കാനുള്ള ആസൂത്രിത നീക്കത്തിലാണ് CPM നേതാക്കൾ എന്നുള്ളത് വ്യക്തമാണ്. ഇതിനപ്പുറത്തേക്ക് ഹർഷ ചോദിച്ച 2-3 ചോദ്യങ്ങൾ, മറ്റത്തൂരിലെ കാര്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിൽ പ്രസിഡന്റ് സ്ഥാനമോ വൈസ് പ്രസിഡന്റ് സ്ഥാനമോ സുപ്രധാനമായ പഞ്ചായത്തിന്റെ ഭരണം അത് സ്വാഭാവികമായിട്ട് അവിടുത്തെ BJP നേതൃത്വത്തിന് ലഭിക്കേണ്ടതാണ്. ഇത് കോൺഗ്രസ് യാതൊരു വിധത്തിലും ഒരു പിന്തുണ ആവശ്യപ്പെടാതെയാണ് BJP ഇത്തരത്തിൽ കോൺഗ്രസിനെ UDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ നേതൃത്വത്തോടെ വളരെ കൃത്യമായി KPCC-യും DCC-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ കൃത്യമായി അത് പ്രകാരം രാജിവെക്കും അവർ എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ഹർഷയോട് വളരെ കൃത്യമായി പറഞ്ഞു, ഏത് ഉന്നതനായാലും ഇപ്പോ വർഗീസ് സോമനൂരിനെ എതിരെ അടക്കം തൃശ്ശൂരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോ ഏത് ഉന്നതനായാലും ഏത് പ്രമാണിയായാലും ശരി, പാർട്ടി നിലപാടിന് എതിരാണെങ്കിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി ഒരു ചെറു കണിക പോലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയം വേണ്ട, വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ഇതാ വരുന്നത് കർണാടകയിലെ ബുൾഡോസർ രാജ്. ഇവരെവിടെയാണ് അത് താല്പര്യപ്പെടുത്തുന്നത്? യുപിയിലെ ബുൾഡോസർ രാജിനോടാണ്. യുപിയിൽ എന്താണ് സംഭവിച്ചത്? യുപിയിൽ യോഗി ആദിത്യനാഥ് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ട നടപ്പാക്കുന്നു. ആ ഘട്ടത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം ഈ യോഗി ആദിത്യനാഥിന്റെ ഈ ബുൾഡോസർ രാജിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വല്ലാത്ത രീതിയിൽ കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കി എന്ന പേരിൽ കുപ്രചരണം നടത്തുന്ന CPM നേതൃത്വം എന്തുകൊണ്ടാണ് യുപിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, യുപിയിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കാരണഭൂതത്തിന് ഒരു അക്ഷരം പോലും പറയാൻ ഉരിയാടാൻ കഴിയാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് ഇവർ തമ്മിലുള്ള അന്തർധാരത്തോളം സജീവമാണെന്ന് മനസ്സിലാകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി അവിടുത്തെ നിയമവശത്തിലേക്ക് വരികയാണ്. ഈ ക്ഷമിക്കണം, അതായത് ഈ കർണാടകയിൽ എന്താണ് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർണാടകയിൽ സംഭവിച്ചത് ഒരു ബുൾഡോസർ രാജ് അല്ല. കർണാടകയിൽ വളരെ കൃത്യമായിട്ട്
ഈ സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി താമസിച്ച ആളുകളാണ് ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ എല്ലാ നിയമ സംവിധാനങ്ങളുടെ ബഹുമാനപ്പെട്ട നീതിപീഠം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ പറയുന്ന ജനവിരുദ്ധ പ്രവൃത്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവൃത്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നീതിപീഠം അടക്കം ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ ഒന്നും തന്നെ അവിടെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ഈ നിയമ സംവിധാനങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടിയാണ് അവിടെ അത്തരത്തിൽ ഇവരെ അനധികൃതമായി കുടിയേറിയ ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ടേക്ക് ചെന്ന പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ടേക്ക് ചെന്ന JCB ഉപയോഗിച്ച അവരെ ഒഴിപ്പിക്കുന്ന സാഹചര്യമല്ല. അവിടെ സർക്കാർ ഭൂമിയാണ് എന്ന് കണ്ടുകൊണ്ട് മുൻകൂട്ടി അവർക്ക് നോട്ടീസ് നൽകി ഇത്രാം തീയതിക്കകം നിങ്ങൾ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ അവിടെ നിങ്ങളെ ഒഴിപ്പിക്കുമെന്ന് വളരെ കൃത്യമായി നോട്ടീസ് നൽകി മുൻകൂർ അവരെ അറിയിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. ശരി, ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം അതൊരു പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നിയമപരമായി പോയാൽ ഒരു ലീഗൽ ആസ്പെക്റ്റിൽ നിയമത്തിന്റെ വശം പരിശോധിച്ചാൽ അവർക്ക് ഒരു ക്ലെയിമിനും അർഹതയില്ല. അതിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണ്ട്, ഒരു മാനുഷിക പരിഗണനയുണ്ട്. അത് സ്വാഭാവികമായിട്ടും സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സർക്കാർ കൃത്യമായി പരിഗണിച്ചതിന്റെ ഫലമാണ്. ഇന്നലെ സിദ്ധരാമയ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഹർഷ വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, പുറത്താക്കിയ ആളുകളെ പുനരധിവസിപ്പിക്കാനായി അവരെ അത്തരത്തിലുള്ള ആളുകൾക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി 11.20 രൂപയുടെ, അതായത് 11,20,000 രൂപയുടെ മൂല്യമുള്ള 1087 വീടുകളാണ് പണിതിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ്? അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനാണ്, അവരെ പുനരധിവസിപ്പിക്കുന്നതിനാണ്, അവരെ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിൽ 1087 വീടുകൾ, അതും 11,20,000 രൂപ മുതൽ മുടക്കി കർണാടക സർക്കാർ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കർണാടക സർക്കാർ ഈ സ്വാഭാവികമായിട്ടും അവിടെ അവരെ പുനരധിവസിപ്പിക്കുന്നതിനായി അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനായി നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത് നിർമ്മിക്കുമ്പോൾ ഈ കുടി ഒഴിപ്പിച്ച ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരെ വെറുതെ അങ്ങ് 11 ലക്ഷവും അവർക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ 11 ലക്ഷവും അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടല്ല ഇത്തരത്തിൽ എന്താണ് 11 ലക്ഷം അവരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടല്ല, അവരെ അത്തരത്തിൽ അവർക്കൊരു അമിത ഭാരം നൽകിക്കൊണ്ടല്ല അവിടെ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. അവിടെ കൃത്യമായ സബ്സിഡി, ആ സബ്സിഡി ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. എങ്ങനെയാണ് സബ്സിഡി ലഭ്യമാക്കുന്നത്? 11,20,000 രൂപയുടെ വീടുകളാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ വീടുകൾ ലഭ്യമാക്കുമ്പോൾ SC ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് 9.50,000 രൂപയുടെ, അതായത് 9,50,000 രൂപ വരെ SC ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് സബ്സിഡിയായി ലഭിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, 1 ലക്ഷം രൂപയിൽ മാത്രം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയിൽ താഴെയാണ് അവർക്ക് ചിലവാകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇനി ജനറൽ വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 8,70,000 രൂപ വരെ സബ്സിഡി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, അതും 2 ലക്ഷത്തിൽ താഴെയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അതായത് SC ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് 9,50,000 രൂപ വരെയും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 8,70,000 രൂപ വരെയും സബ്സിഡി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ തീരുമാനം എടുക്കുന്നത്. അപ്പൊ എന്താണ്, 2 ലക്ഷത്തിൽ താഴെ ഇവർക്ക് ചെലവ് വരുള്ളൂ. ഈ തുക ഇനി സ്വാഭാവികമായിട്ട് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ ആയിരിക്കും, 1 ലക്ഷം രൂപ എടുക്കണം, 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. ഈ തുക കണ്ടെത്താൻ, ഈ തുക അവർക്ക് ഇൻസ്റ്റാൾമെന്റ് ആയി അടയ്ക്കുന്നതിന് ലോൺ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ടാണ് കർണാടക സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ തുക അവർക്ക് ലഭ്യമാക്കും, അവർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അത് അടച്ചു തീർത്താൽ മതിയാകും. അപ്പൊ ഇതിൽ കൂടുതൽ ഒരു ജനതയെ ചേർത്ത് പിടിച്ച സർക്കാർ ഏതാണ്? കർണാടകയിലെ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെ സർക്കാർ അവിടെ കർണാടകയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിൽ പുനരധിവാസത്തിനായി ഒരു വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അതിനായിട്ട് വെറുതെ അങ്ങ് പറയുകയല്ല, അതിനായിട്ട് ഹൗസിംഗ് മന്ത്രിയുണ്ട്, ഹൗസിംഗ് മന്ത്രി സമീർ അഹമ്മദ് ഖാനുണ്ട്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ. ഈ ബൈലപ്പഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അവിടുത്തെ MLA കൃഷ്ണബൈര ഗൗഡയെ ഇതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമീർ അഹമ്മദ് ഖാനെയും ഒപ്പം തന്നെ കൃഷ്ണബൈര ഗൗഡയും അടക്കം ചുമതലപ്പെടുത്തിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, അവിടുത്തെ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നിയമപ്രകാരം സർക്കാർ ഭൂമി ഒഴിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നോട്ടീസ് നൽകിക്കൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നപ്പോ കേരളത്തിലെ CPM ഇത് മറ്റാർക്കും ആശങ്കയില്ല, കർണാടകത്തിലെ ജനങ്ങൾ പോലും
ഇത്തരത്തിൽ ഒരു ആശങ്കയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിട്ടില്ല. എന്താണ് അവർ അല്ല, അങ്ങനെ പറയാൻ ആശങ്ക സാധിക്കില്ലല്ലോ. കാരണം അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ഈ 200ഓളം കുടുംബങ്ങളിലെ ആളുകൾ തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ 20 വർഷത്തോളമായി അവരവിടെ താമസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രേഖകളെല്ലാം തന്നെ കയ്യിലുണ്ട്. എന്നിട്ടും അവരെ കുടിയൊഴിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുമ്പോൾ അവർ പ്രതികരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ CPM നേതാക്കളുടെയും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും A റഹീമിനെ പോലെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ CPMന്റെ മാത്രമല്ല, നമുക്കറിയാം KC വേണുഗോപാൽ പോലും ഈ ഒരു വിഷയത്തിന് ചോദ്യം ചെയ്യലുമായി അല്ലെങ്കിൽ വിമർശനവുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പോലും തിരിച്ചു വിമർശിക്കുന്ന രീതിയിൽ കർണാടകയിലെ BJP നേതാവിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. അതിനെ പോലും ഈ പറയുന്ന അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റു സംസ്ഥാനം ഏതുമായിക്കോട്ടെ അവിടെയുള്ള നേതാക്കന്മാർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന രീതി ശരിയാണോ? പക്ഷെ അതായത് ചോദിച്ചതിൽ ആദ്യം തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് വളരെ കൃത്യമാണ്. എന്താണ്, ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞു. അവിടെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോയത്. ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് സ്വാഭാവികമായിട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ രേഖകൾ ഉണ്ടെങ്കിൽ അവർക്ക് നീതിപീഠത്തെ സമീപിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവർ നീതിപീഠത്തെ സമീപിക്കാനില്ലെങ്കിൽ ബഹുമാനപ്പെട്ട നിയമ സംവിധാനങ്ങളുടെ പിന്തുണ ലഭിക്കാതെ പോയത്? അവർക്ക് പിന്തുണ ലഭിക്കാതെ പോയത് പ്രോപ്പറായി അത് സർക്കാർ ഭൂമി ആയതുകൊണ്ടാണ്. ശരി, അവർ സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ വേദന ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ഗവൺമെന്റിനും വളരെ കൃത്യമായി ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സാധുക്കളാണ് എന്നുള്ള വസ്തുത ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായി ഒരു മികച്ച അക്കോമഡേഷൻ, പുനരധിവാസം അത് ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന, കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ ഉള്ളത്. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, ഞാൻ അത് വളരെ കൃത്യമായിട്ട് അവിടെ വ്യക്തമാക്കിയതാണ്. ഇനി ഇവിടെ കേരളത്തിലെ CPM ചെയ്യുന്നത് 4 വോട്ടുകൾക്ക് വേണ്ടി CPM നുണ പറയാണ്. വളരെ കൃത്യമായിട്ട് 4 വോട്ടുകൾക്ക് വേണ്ടി കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ട, അതായത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർത്ത, ശബരിമലയെ കട്ടുമുടിച്ച ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനവിരുദ്ധ നയങ്ങളും ജനവിരുദ്ധ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. PR എക്സസൈസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്, ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. സംഘപരിവാറുമായി ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന, ഇല്ലെങ്കിൽ അതുവഴി എങ്ങനെയെങ്കിലും 3.0 ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പിണറായി 3.0 യാഥാർത്ഥ്യമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ CPMന്റെ മുഖം, പിണറായി വിജയന്റെ മുഖം, ഗോവിന്ദൻ മാസ്റ്ററുടെ മുഖം കേരളത്തിലെ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള തന്ത്രം അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇവിടെ CPM നേതൃത്വം തീരുമാനിക്കുന്നത്. എന്താ ആശങ്ക? കേരളത്തിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇല്ലാത്ത ആശങ്കയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ആരോഗ്യ മേഖല തച്ചു തകർത്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഇവിടെ അതിദരിദ്രയില്ല എന്നുള്ള ഒരു PR എക്സസൈസ് നടപ്പാക്കി മന്ത്രി OR കേളുവിന്റെ ആദിവാസി ഊരുകളിൽ നിന്ന് പറഞ്ഞത് ഈ മന്ത്രി കേളുവാശാന്റെ വട്ടായോ എന്നുള്ളതാണ്. ഒരു നേരത്തെ ചാറൊഴിച്ച് ചോറ് കഴിക്കാൻ കഴിയാത്ത അമ്മമാരുണ്ട്, ഒരു നേരത്തെ ചാറൊഴിച്ച് ചോറ് കൊടുക്കാൻ കഴിയാത്ത അമ്മമാരുണ്ട് ഇവിടെ എന്ന് വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ നിന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് 5,91,191 നിന്ന് 64,006 എത്തിയത്? എന്ത് പഠനമാണ്, എന്ത് സർവേയുടെ അടിസ്ഥാനത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ശങ്കരാടി വിയറ്റ്നാം കോളനിയിലെ സിനിമയിൽ വലത്തെ കൈപ്പറ്റി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെയാണ് ഈ സർക്കാർ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാത്ത ആശങ്ക, കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ ഇല്ലാത്ത ആശങ്ക കർണാടകയിലെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്മതിക്കുന്നു. കർണാടകയിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ജനങ്ങൾ തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്ത്, ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്, നമ്മുടെ അയൽ സംസ്ഥാനമാണ്, ചേർത്ത് പിടിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതിനെ നുണ പറഞ്ഞ് ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചേർത്ത് പിടിക്കുന്ന സമീപനം, സാഹചര്യം അത് ഒട്ടും ഭൂഷണമല്ല. 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ CPM നുണ പറയുകയാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇവിടെ ശബരിമലയിൽ അടക്കം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു SIT എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇന്നലെ വിജയകുമാർ എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള, അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ദേവസ്വം ബോർഡിന്റെ അംഗമായിട്ടുള്ള വിജയകുമാർ, അദ്ദേഹം CPM സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റാണ്, മുൻ പാറവിളയിലെ CPM നേതാവാണ്. അദ്ദേഹം മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെയുണ്ട്. ഈ വിജയകുമാർ ഇന്നലെ അറസ്റ്റിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ
ആ കടകംപള്ളി സുരേന്ദ്രനെ ശനിയാഴ്ച ദിവസം SIT ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. അപ്പോ തുടർച്ചയായി വിക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. CPM ക്യാമ്പിൽ നിന്ന് തുടർച്ചയായി വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നു. CPM നേതാക്കളുടെ ഒരു ഘോഷയാത്ര അത് ജയിലിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സെൻട്രൽ പ്രിസണിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ജയിലിലേക്ക് CPM നേതാക്കളുടെ ഒരു ഘോഷയാത്ര വരിവരിയായി ഉണ്ടാവുകയാണ്. ആദ്യം വാസു പോയി, പിന്നെ പത്മകുമാർ പോയി, പിന്നെ വിജയകുമാർ പോയി. ഒരു സംശയം വേണ്ട, അടുത്ത യാത്രയയപ്പ് നൽകാനുള്ളത് നമുക്ക് ഈ കടകംപള്ളി സുരേന്ദ്രനാണ്. SIT ചോദ്യം ചെയ്തിരിക്കുന്നു. വെറുതെ SIT ചോദ്യം ചെയ്തില്ലല്ലോ, വ്യക്തമായിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ SIT അത്തരത്തിലുള്ള ചോദ്യം ചെയ്തതിലേക്ക് കടക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത അറസ്റ്റ് ഒരു സംശയം വേണ്ട ഹർഷ, അത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തീർക്കാൻ ശ്രമിച്ച ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ വേദന, ആ വേദന സ്വാഭാവികമായിട്ടും അയ്യപ്പൻ കണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ മണ്ഡല പൂജയ്ക്ക് ശേഷം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് നട തുറക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോ ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. 18ാം പടിക്ക് മുകളിലിരിക്കുന്ന കലിയുഗവരതനായ അയ്യപ്പൻ ഈ അമ്പലക്കള്ളന്മാരെ വെറുതെ വിടും എന്ന് ആരും കരുതരുത്. ഇനി 18 അടവും പ്രയോഗിച്ചാലും ഇവർക്ക് ഒരു രക്ഷയില്ല. കേരളത്തിലെ CPM അമ്പലക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മുഖം നഷ്ടപ്പെട്ട CPM ഇനി എന്ത് ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയാലും മെയ് മാസം പുലരിയിൽ അതൊരു UDF ഗവൺമെന്റ് അധികാരത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും. UDF ഗവൺമെന്റ് അധികാരത്തിൽ എത്തുമ്പോൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം അത് കാത്തു സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അഫ്സ ചോദിച്ചതുപോലെ എന്തിനാണ് ഗൃഹസമ്പർക്ക പരിപാടി ഇവർ നടത്തുന്നത്? ഇന്നലെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാർത്താ സമ്മേളനം നടത്തിയപ്പോ ഗോവിന്ദൻ മാസ്റ്റർ സർക്കാരിന് 100ൽ 100 വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. മുൻ നിലപാടിൽ നിന്ന് മാറി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ അമിത ആത്മവിശ്വാസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ വഴിയിലൂടെ ചില ഉടായ്പ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ആശ, ഈ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി എന്തിനാണ് ഗൃഹസമ്പർക്ക പരിപാടി നടത്തുമെന്ന് പറയുന്നത്? വളരെ കൃത്യമല്ലേ? കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ CPM മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM പ്രതിക്കൂട്ടിലാണ്. അത് ജനവിരുദ്ധ നയങ്ങൾ മുതൽ വിലക്കയറ്റം മുതൽ എല്ലാ സകല മേഖലകളിലും, സമസ്ത മേഖലകളിലും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ സമസ്ത മേഖലകളും തച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ പ്രതികൂട്ടിലാണ് ഹർഷ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പുതിയ രാഷ്ട്രീയ നാടകവുമായി, ഗൃഹസമ്പർക്ക പരിപാടിയുമായി ഇവർക്ക് കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതിനു മുമ്പ് ഇവർക്ക് എപ്പോഴാണ് ഗൃഹസമ്പർക്ക പരിപാടി നടത്തേണ്ടി വന്നതെന്ന് രാഷ്ട്രീയക്ക് അറിയാലോ. ശബരിമലയിൽ 2 യുവതികളെ പോലീസ് യൂണിഫോമിൽ ഹെൽമെറ്റ് ധരിച്ച 18ാം പടി ചവിട്ടിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ നാടകം നടത്തിയത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ആ കേസും ആ അഫിഡവിറ്റും ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പോലും ഇവർക്ക് അന്നും ഗൃഹസമ്പർക്ക പരിപാടി നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ മറ്റൊരു ഘട്ടത്തിൽ അതേ സാഹചര്യത്തിൽ ശബരിമല പോലുള്ള പുണ്യഭൂമിയുടെ അയ്യപ്പന്റെ ആഭരണങ്ങളും ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠകളും ഒക്കെ കോടികൾ ലാഭത്തിന് വിറ്റ് തുളിച്ച് കട്ടുമുടിച്ചപ്പോ മറ്റൊരു തലത്തിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇതാ മറ്റൊരു രാഷ്ട്രീയ നാടകവുമായി ഇവർ വരുന്നത്. അപ്പൊ വളരെ കൃത്യമാണ്, ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ ആന്റി ഇൻകമ്പൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടുക എന്നുള്ളതാണ് CPMന്റെ ഈ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്കാ ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്തോ മാധ്യമ അജണ്ട നടപ്പാക്കുന്നു, എന്തോ മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ ചേർന്ന് എന്തോ രാഷ്ട്രീയ നാടകം കളിക്കുന്നു എന്നുള്ളതാണ്. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഈ CPM അജണ്ടക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണോ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത തെറ്റ്? ശബരിമലയെ കൊള്ളയടിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന CPM അജണ്ടക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. ശരിയാണ്, മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള വസ്തുതകൾ നിരത്തി മാധ്യമ ധർമ്മം നിറവേറ്റിയിട്ടുണ്ട്. വാർത്തയിൽ അവാസ്തവം ഉണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലെ ഗവൺമെന്റുകൾക്കെതിരെ ഇല്ലാ കഥകൾ പഠിച്ചു വിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് പോകാൻ സർക്കാരിന് സാധിക്കാതെ പോകുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ധർമ്മം നിറവേറ്റും. അത് UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ, BJP എന്ന വ്യത്യാസമില്ലാതെ അവർക്ക് പറയേണ്ടത് അവർ കൃത്യമായി മാധ്യമ ധർമ്മമാണ്. അവർക്ക് പറയേണ്ടത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ, കോൺഗ്രസിനെ പഴിചാരി രക്ഷപ്പെടാനാണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്. അത് വില പോകില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായും വ്യക്തമായും ഇതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഇനിയിപ്പോ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന CPMന്റെ അടുത്ത ഒരു നിയമസഭയിലേക്കുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കിനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. അതായത് ഒരു കാര്യം കൂടി, അതായത് ഈ ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഏതാണ്ട് CPIയിൽ നിന്ന്
CPM സീറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളത്. ഞങ്ങളങ്ങ് ആകെ പേടിച്ചു പോയി ഭയന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 21,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പറവൂരിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ മുഴുവൻ ഒരു ഭരണാനുകൂല വികാരം ആഞ്ഞടിച്ച സാഹചര്യത്തിലാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് അങ്കമാലി 100 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ TJ വിനോദ് MLA ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനോടൊപ്പം ഇതാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും, എറണാകുളം ജില്ലയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, എറണാകുളത്തും ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 21,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് മാധ്യമ വാർത്തകൾ കണ്ടത്, ഏതാണ് CPI-യിൽ നിന്ന് CPM സീറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളത്. വല്ലാതെ പേടിച്ചു വരച്ചിരിക്കുകയാണ് എന്റെ ഹർഷ. ഇവിടെ അടുത്ത തവണ UDF വളരെ കൃത്യമായി അധികാരത്തിലെത്തും, അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും. ഇത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി പറയാൻ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ആർജവമുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ഒന്നും ഭയക്കാനില്ല. കേരളത്തിലെ ജനങ്ങൾ, പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി, ഇത്ര ഉത്തമ ബോധ്യത്തോടു കൂടി അദ്ദേഹത്തിന് പറയാനുള്ള ആർജവം ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കടന്നു വന്നിട്ടുള്ള ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുന്ന സാഹചര്യം ഉണ്ടായി. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. നിയമസഭയ്ക്കകത്തും പുറത്തും പറയേണ്ടതുപോലെ പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായിട്ടും CPM-ന് വല്ലാത്ത അസ്വസ്ഥത, CPM-ന് വല്ലാത്ത ദേഷ്യം അദ്ദേഹത്തോടുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനി അവർ CJP സഖ്യമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവിനെതിരെ നേരിട്ടാലും എഴുതി വെച്ചോളൂ ഹർഷ, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും. VD സതീശൻ വലിയ ഭൂരിപക്ഷത്തോടും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് CPM-ഉം BJP-യും ചേർന്ന് ഒന്നിച്ച് മത്സരിച്ചാലും ശരി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയില്ല. വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിലെ ഒരു UDF-ന്റെ മന്ത്രിസഭ, അത് ലോക്ഭവനിൽ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇനിയുള്ള CPM-ന്റെ നീക്കങ്ങളെല്ലാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക്